ഷെഫീൽഡ് ഷാർപ്പനിങ് സർവീസസ് എന്താണെന്നൊരു ചോദ്യം ഞങ്ങളടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. എന്താണ് പേരിങ്ങനെ? പേരിനൊരു കാര്യമുണ്ട്. കാരണം ഷെഫീൽഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ വളരെ വിശ്വവിഖ്യാതമായ ഒരു സ്ഥലമാണ്. അവിടെ ഈ കത്തികളും അതുപോലെ ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള പല ആയുധങ്ങളും ഉണ്ടാക്കുന്നതിനായിട്ട് പേരുകേട്ടൊരു സ്ഥലമാണ് ഷെഫീൽഡ്. അപ്പം നാച്ചുറലി നമ്മളിങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുമ്പോൾ അതും ഒരു ബ്രിട്ടീഷുകാരൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി തുടങ്ങുന്ന സംഭവം ആയതുകൊണ്ടാണ് ഷെഫീൽഡ് എന്നുള്ള പേര് വന്നത്. എന്താണ് ഷെഫീൽഡ്? ഷെഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കത്തി രാഗി മൂർച്ച കൂട്ടുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണത് വ്യത്യസ്തമാകുന്നത്? കാര്യം ഓരോ നമ്മുടെ സാധാരണ ഇരുമ്പ് പണിക്കാരുടെ അവർക്ക് മാത്രം അറിയാവുന്നൊരു ടെക്നോളജി ആയിരുന്നു കത്തികളൊക്കെ രാഗി മൂർച്ച കൂട്ടുക എന്നുള്ളത്. പക്ഷേ ആ പാരമ്പര്യത്തിൽ നിന്നും പരമ്പരാഗതമായ അറിവിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഇപ്പോൾ അതുകൊണ്ട് പക്ഷെങ്കിൽ അതേസമയം തന്നെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കത്തികളും കത്രികകളും ഇപ്പോൾ കത്രികയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സലൂണിലൊക്കെ ഉപയോഗിക്കുന്ന കത്രികയ്ക്ക് 5000 മുതൽ 50,000 രൂപ വരെയുള്ള കത്രികകളൊക്കെ ഉണ്ട്. അതൊന്നും പ്രോപ്പറായിട്ട് അതിൻ്റെ ശരിയായ രീതിയിൽ മാനുഫാക്ചറേഴ്സ് പറയുന്ന രീതിയിലല്ല ഒന്ന് ഷാർപ്പൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായി അവർക്ക് ലഭിക്കുന്നില്ല, അതിൻ്റെ പർപ്പസ് പൂർണ്ണമായിട്ട് സെർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷാർപ്പനിങ് സർവീസ് കൊച്ചിയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടതായിട്ടുള്ള സാങ്കേതിക സഹായങ്ങളും അതിനുവേണ്ട മെഷീനറികളും എല്ലാം യൂറോപ്പിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രിട്ടീഷ് എൻ്റെ എക്സ്പേർട്ടാണ്, അയാളൊരു ഷെഫും കൂടി ആയിരുന്നു. അയാളാണ് ഇവിടെ വന്ന് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. അവരുമായിട്ട് നമുക്ക് ടെക്നിക്കൽ ടൈപ്പ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഷാർപ്പൻ ചെയ്തെടുക്കുന്ന ഓരോ നൈഫും കത്രികയും എന്തായിരുന്നാലും അതിപ്പം ബുച്ചറിയിലാണെങ്കിലും ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും കത്രികയാണെങ്കിലും തയ്യക്കടയാണെങ്കിലും ഇവരുടെ എല്ലാ കത്രികകളും നമ്മളിവിടുന്ന് ഷാർപ്പൻ ചെയ്ത് വരുന്നതിൻ്റെ വ്യത്യസ്തത അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അത് ഒരിക്കലെങ്കിലും ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ കത്തി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അയാളത് ഉപയോഗിക്കുമ്പോഴാണ് അറിയുക. ആ ഒരു ഉപയോഗത്തിൻ്റെ സുഖം, അതായത് നല്ലൊരു ഷാർപ്പൻ ചെയ്ത ഒരു നൈഫിൻ്റെ സുഖം എന്താണെന്ന് നമ്മൾ ഷെഫീൽഡിൽ ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞ് നൈഫ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കത്രിക ഉപയോഗിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അതിനുവേണ്ടി എല്ലാവർക്കും ഇവിടെ വന്ന് പരീക്ഷിക്കാം. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതിന് വേണ്ടതായിട്ടുള്ള എന്ത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളത് റെക്ടിഫൈ ചെയ്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.